നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇന്ത്യയുടെ മുൻ ഫുട്ബോൾ പരിശീലകനായ ഇഗോർ സ്റ്റിമാച്ച് പരാതിയുമായി ഫിഫയുടെ മുമ്പിലെത്തി. കരാർ കാലാവധി പൂർത്തിയാക്കും മുമ്പ് പുറത്താക്കിയതിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് സ്റ്റിമാച്ച് ഫിഫയെ സമീപിച്ചിരിക്കുന്നത്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെതിരെയാണ് സ്റ്റിമാച്ചിന്റെ പരാതി. തനിക്ക് 2026 ജൂൺ വരെയുള്ള ശമ്പളം നൽകണമെന്ന ആവശ്യമാണ് മുൻ പരിശീലകൻ ഫിഫയ്ക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ മോശം പ്രകടനത്തെ തുടർന്നാണ് ക്രൊയേഷ്യൻ പരിശീലകനായ സ്റ്റിമാച്ചിനെ ഫെഡറേഷൻ പുറത്താക്കിയത്. സ്പെയിൻകാരനായ മനോള മാർക്വേസിനെ പുതിയ പരിശീലകനായി ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. പുതിയ കരാർ പ്രകാരം 2026 ജൂൺ വരെ സ്റ്റിമാച്ചിന് ഇന്ത്യൻ ടീം പരിശീലക സ്ഥാനത്ത് തുടരാമായിരുന്നു. 2025 ജനുവരി വരെ പ്രതിമാസം ഏതാണ്ട് 25 ലക്ഷം രൂപ ശമ്പളം ലഭിച്ചേനെ. അതിനുശേഷം 33.5 ലക്ഷം രൂപയായി ശമ്പളം ഉയരുമായിരുന്നു. ഇതനുസരിച്ച് പലിശയടക്കം 7.5 കോടിയോളം രൂപയാണ് നഷ്ടപരിഹാരമായി സ്റ്റിമാച്ച് ആവശ്യപ്പെടുന്നത്. പുറത്താക്കുമ്പോൾ 3 മാസത്തെ ശമ്പളം നഷ്ടപരിഹാരമായി നൽകാമെന്ന് ഫെഡറേഷൻ വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ ഇത് സ്റ്റിമാച്ച് അംഗീകരിച്ചിരുന്നില്ല. 2019 സ്റ്റിമാച്ച് ഇന്ത്യൻ ടീമിന്റെ പരിശീലകനാകുന്നത്. 2023 കരാർ പുതുക്കി. 53 മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിച്ചു. ഇതിൽ 19 ജയവും 14 സമനിലയും 20 തോൽവിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇക്കാലയളവിൽ ഇന്ത്യൻ ടീം സാഫ് കപ്പ്, ത്രിരാഷ്ട്ര ടൂർണമെന്റ്, ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്നിവ സ്വന്തമാക്കി. ഇതിനിടെ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യൻ ടീമിന് 3ാം റൗണ്ടിലേക്ക് കടക്കാൻ കഴിയാത്തതിനാൽ പരിശീലകനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു.